വർഷങ്ങൾ പഴക്കമുള്ള ഒരു ലൈബ്രറിയിൽ എത്തിയ ഉമയ്ക്ക് അവിടെ നിന്നും പുരാതനമായ ഒരു പുസ്തകം ലഭിക്കുകയാണ്. അത് കാഴ്ചയ്ക്ക് വളരെ ഭയാനകമായിരുന്നു. എന്താണെന്ന് തുറന്നു നോക്കി ഉമയ്ക്ക് അതിൽ നിന്നും ധാരാളം ഷോർട്ട് സ്റ്റോറീസ് ആണ് ലഭിക്കുന്നത്. അതിൽ ഓരോ സ്റ്റോറികളായി അവൾ വായിക്കുവാൻ തുടങ്ങി. ആദ്യത്തെ കഥയിൽ സ്റ്റെപ്പിലിരുന്ന് കരയുന്ന മായയാണ് കാണിക്കുന്നത്. എന്തിനാണ് കരയുന്നതെന്ന് അന്വേഷിച്ച് രവി അവിടേക്ക് എത്തുന്നു. അപ്പോഴാണ് ഹൗസ് ഓണർ തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നുള്ള കാര്യം മായ രവിയോട് അറിയിക്കുന്നത്. എന്നാൽ അന്നേ ദിവസം രാത്രി കഴിച്ചുകൂട്ടാൻ മറ്റിടത്തും പോകാൻ കഴിയാതിരുന്ന മായ രവി തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അതേസമയം അടുത്ത ദിവസം രാവിലെ മായ അറിയുന്നത് തന്റെ ഹൗസ് ഓണർ മരിച്ചു എന്നുള്ള വാർത്തയാണ്. ഈ വാർത്ത കേട്ട് മായ രവിയോട് പറയുകയാണ്, ഞാൻ അയാളെ ശപിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്റെ ശാപമായിരിക്കും അയാൾക്ക് പെട്ടെന്ന് മരണം കൊടുത്തത്. ഇത് കേട്ട് രവി ചിരിക്കുകയാണ്. സമയത്ത് രവിയുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വരികയാണ്. തന്റെ ശാപം ഫലിക്കുമോ എന്ന് അറിയുവാനായി മീര അവനെയും ശപിക്കുന്നു. എന്നാൽ പുറത്തിറങ്ങി അവനെ തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ആലോചിച്ചിരുന്ന മായയ്ക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനായി ശ്രമിക്കുമ്പോഴേക്കും റൂം പുറത്ത് നിന്ന് ആരോ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്ന രവിയോട് നീ എന്തിനാണ് ഡോർ പുറത്തു നിന്ന് പൂട്ടിയതെന്ന് മായ ചോദിക്കുകയാണ്. എന്നാൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറുന്നു. അന്നേ ദിവസം രാത്രി ഉറങ്ങാനായി കിടന്ന മായ പുറത്തെന്തോ ശബ്ദം കേട്ട് ഞെട്ടി ഉണരുകയാണ്. ഡോർ തുറന്ന് നോക്കി അവൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു.